പിന്നെ ഈ ചായകുടിയുടെ കാര്യം പറയുമ്പോ എന്റെ മാമന്റെ കാര്യം പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. 44 കഴിഞ്ഞിട്ടും പെണ്ണ് കിട്ടാത്ത സങ്കടം എല്ലാ ഞായറാഴ്ചയും 3-4 ചായ കുടിച്ച് തീർക്കുന്ന ഒരു മനുഷ്യനാണ് എന്റെ മാമൻ. ചേട്ടാ, 1/4 കിലോ മിച്ചറില് എത്ര കപ്പലണ്ടി ഉണ്ടാവും പറയാൻ പറ്റുമോ? ഇല്ല. 300 ഗ്രാം ചിപ്സില് എത്ര പീസ് കായ ഉണ്ടാവും? പക്ഷെ എന്റെ മാമൻ പറയും ചായയുടെ ഒരു പവറേ പെണ്ണ് കിട്ടിയില്ലെങ്കിലും ബുദ്ധി വർദ്ധിച്ച്. പിന്നെ രമേശ് ചേട്ടനോട് എൻ്റെ മാമന് നല്ല കലിപ്പുണ്ട്. എന്താ കാര്യം എന്നറിയോ? രമേശ് ചേട്ടൻ വല്ല നാട്ടിൽ നിന്നും വന്ന് ഞങ്ങളുടെ അയ്യമ്പിള്ളിയിൽ നിന്ന് പെണ്ണ് കെട്ടി കൊണ്ടുപോയി. അയ്യമ്പിള്ളിക്കാരനായ എൻ്റെ മാമൻ ഇപ്പോഴും ചായ കുടിച്ചുകൊണ്ട് കിടക്കില്ല. സത്യത്തിലേ എല്ലാവരെയും പോലെ തന്നെ ഈ 2-3 എപ്പിസോഡായില്ലേ, കണ്ടന്റിന് ഭയങ്കര ക്ഷാമം. അപ്പൊ ഈ കൺഫ്യൂഷൻ ആയിട്ടിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എന്തുകൊണ്ട് ഇത് തന്നെ ഒരു കണ്ടന്റ് ആക്കി കൂടാന്ന് ചിന്തിച്ചത്. എന്നാലും ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എൻ്റെ ഒരു കൂടെ ഒരുത്തിണ്ട് ട്ടാ, 100-200ഓളം ഫേക്ക് ഐഡികളുടെ ഓണർ അശ്വതി അച്ചു, എൻ്റെ സ്വന്തം അച്ചുമോള്. ഇവളോട് ഞാൻ ചോദിച്ചു, എടി ചേച്ചി ഇത്തവണ പറയാൻ പോണത് ചായനെ കുറിച്ചാണ്, നിനക്ക് എന്താണ് ചായ എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓർമ്മ തന്നെയെന്ന്. ചേച്ചി, ചായ എനിക്ക് ഇഷ്ടമല്ല, ചായയുടെ മണം എനിക്ക് തീരെ ഇഷ്ടമല്ല, ചായ തിളപ്പിച്ച പാത്രത്തിലോ ചായ ഒഴിച്ച പാത്രത്തിലോ വെള്ളം കുടിക്കാൻ പോലും എനിക്ക് ഇഷ്ടമല്ലെന്ന്. എന്തിന് 10-23 വർഷം പെറ്റു വളർത്തിയ സ്വന്തം തള്ളേനെ പോലും അവള് തള്ളിപ്പറഞ്ഞു. അമ്മ ചായ കടുപ്പത്തിലേ ഇടുള്ളൂന്ന് കടുപ്പിച്ച്. ശരിയാണ്, നമ്മുടെ കേരളത്തിലെ ഭൂരിഭാഗം കുടുംബങ്ങളിലെയും കലഹങ്ങളിലെ വില്ലൻ എന്ന് പറയുന്നത് ചായയാണ്. കടുപ്പം കൂടി കടുപ്പം കുറഞ്ഞ്, മധുരം കൂടി മധുരം കുറഞ്ഞ് എന്ന് വേണ്ട, ചായക്കില്ലാത്ത കുറ്റങ്ങളില്ല. പിന്നെ രമേശ് ചേട്ടാ, ഗുപ്തനിയെ ചായ ഊതി ഊതി കുടിക്കാനായിരുന്നു ഇഷ്ടം. ഓക്കെ, എൻ്റെ വീട്ടിലെ ഞാനും എൻ്റെ അമ്മയും ഒരു പാത്രത്തിലിട്ട ചായ 2 ഗ്ലാസ്സിലാക്കി കൊണ്ടു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ കൊടുത്തത് അവന് വാട്ടവെള്ളം, അവൻ്റെ അമ്മ ഇട്ടത്. പിന്നെ ഈ ചൂടിന്റെ കാര്യത്തിലും ചൂട് കുറഞ്ഞത് വേണം, ചൂട് കൂടിയത് വേണം. എൻ്റെ ഒരു ഇളയച്ചനുണ്ട് കേട്ടാ, ഈ പുള്ളിക്കാരന് തിളച്ച ചായ തന്നെ വേണം. നമുക്കൊന്നും പിടിക്കാൻ പറ്റില്ല. അടുപ്പത്തുനിന്ന് തടത്തുണിയും കൊണ്ട് പിടിച്ചു വരുമ്പോ ഇളയച്ചൻ ചായ കസേരയിൽ ഒരു ഇരിപ്പിരിക്കും, ഇളയമ കൊണ്ടൊന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഇതാണ് പതിവ്. പക്ഷെ കഴിഞ്ഞ ഓണത്തിന് പെൻഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇളയച്ചൻ നൈസായിട്ടൊന്ന് മിനിങ്ങി. പിറ്റേന്ന് രാവിലെ ഹാങ് ഓവറൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് കട്ടൻ ചായയും ചോദിച്ച് പതിവ് പോലെ കസേരയിൽ ഇങ്ങനെ ഇരുന്ന് ഇളയമ തടത്തുണിയും കൊണ്ട് ചായ കൊണ്ടുവന്ന് ഒഴിച്ച്. തലേന്ന് അടിച്ച ഗ്ലാസ് ആയിരുന്നത് മൂട് തള്ളിപ്പോയി, മാമന്റെ സകല മൂടും പോയി. ഇപ്പൊ ചായ കേൾക്കുമ്പോഴേ പുള്ളിക്കൊള്ള മൂടും പോവും. ചായക്ക് കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ചായക്ക് കുറെ ദോഷങ്ങളും ഉണ്ട്. ചായ ആരോഗ്യത്തിന് ഹാനികരമാണ്, ഈ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്ന പോലെ തന്നെ ചായ കുടി നമുക്ക് ഉറക്കം നഷ്ടപ്പെടുത്തും, വിശപ്പില്ലാണ്ടാക്കും. അപ്പൊ നിങ്ങളൊക്കെ ചായ കുടി കുറയ്ക്കണം. എങ്കിൽ ഞാനൊരു കട്ടൻ അടിച്ചിട്ട് വരാം. പിന്നെ രമേശ് ചേട്ടാ, ഗുപ്തനെ ചായ ഊതി ഊതി കുടിക്കാനായിരുന്നു ഇഷ്ടം.